കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഉണ്ടാകുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇത്രയും പ്രശ്നം, ഇത്രയും കലഹം. എന്തുകൊണ്ടാണ് ഒരു സമവായത്തിലേക്ക് മൂന്നാം ദിവസവും എത്താൻ കഴിയാത്തത് നേതാക്കൾക്ക്? സ്ഥാനാർത്ഥി പട്ടികയിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ധാരണയാകുമ്പോഴും ഏറ്റവും ഒടുവിൽ ചർച്ചയായി മാറുന്നത് പെരുമ്പാവൂർ, കൊച്ചി, അതോടൊപ്പം തന്നെ ഇടുക്കി സീറ്റുകളാണ്. പെരുമ്പാവൂർ സീറ്റിൽ ഒരു പുനരാലോചന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നു. പ്രത്യേകിച്ച് സഭാ നേതൃത്വങ്ങളടക്കം എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. ആ ഇടപെടൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഈ നേതാക്കളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും നിലവിൽ പരിഗണിക്കുന്ന പേരുകൾ മനോജ് മൂത്തേടൻ, അതോടൊപ്പം തന്നെ ഉല്ലാസ് തോമസ്, ഈ രണ്ട് പേരുകളാണ് അവിടെ പരിഗണിക്കുന്നത്. ഇടുക്കിയിൽ റോയ് കെ പൗലോസ്, അതോടൊപ്പം തന്നെ ജോയ് വെട്ടിക്കുഴി, ഈ രണ്ട് പേരുകളും പരിഗണിക്കുന്നു. അപ്പോൾ ഈ പേരുകളിൽ ഒരു ധാരണയിലെത്തണമെങ്കിൽ പെരുമ്പാവൂരിൽ യാക്കോബായ വിഭാഗത്തിൽ നിന്നും ഒരാൾ സ്ഥാനാർത്ഥിയായി എത്തിയാൽ, അത് എൽദോസ് കുന്നപ്പള്ളിയോ ഉല്ലാസ് തോമസോ എത്തിയിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിൽ റോയ് കെ പൗലോസിന് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ജോയ് വെട്ടിക്കുഴി ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകും. അതല്ല, മനോജ് മൂത്തേടൻ പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇടുക്കിയിൽ റോയ് കെ പൗലോസ് എന്ന പേരിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. കൊച്ചിയുടെ കാര്യത്തിൽ പക്ഷേ ഏകദേശ തീരുമാനമായി ഷിയാസിന്റെ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പേര് കൂടി ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഇന്ന് ശരത്ചന്ദ്ര പ്രസാദ് സ്വന്തം നിലയ്ക്ക് റോഡ് ഷോ നടത്തുകയാണ്. കൊച്ചിയിൽ ഷിയാസിന്റെ ഫ്ലെക്സുകൾ കാണുന്നു, ദീപ്തി മേരി വർഗീസിന്റെ ഫ്ലെക്സുകൾ കാണുന്നു. കണ്ണൂരിൽ കെ സുധാകരനായി അണികൾ രംഗത്തിറങ്ങുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളിക്കൊപ്പമാണ് പെരുമ്പാവൂർ എന്ന ഫ്ലെക്സുകൾ വരുന്നു. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് പോലും ആർക്കൊപ്പം നിൽക്കണം, ആർക്ക് വേണ്ടി പ്രചാരണം നടത്തണമെന്ന് മനസ്സിലാകുന്നില്ല. വലിയ പ്രതിസന്ധിയാണ് ഈ പ്രഖ്യാപിക്കാത്ത സീറ്റുകളിലുള്ളത്. ശരത്ചന്ദ്ര പ്രസാദിന്റെ കാര്യത്തിലാണെങ്കിലും, കാട്ടാക്കടയിൽ MR ബൈജുവിന്റെ കാര്യത്തിലാണെങ്കിലും, അരുവിക്കരയിൽ ശിവകുമാറിന്റെ കാര്യത്തിലാണെങ്കിലും, നേമത്ത് ശബരിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വ്യക്തത വന്നു കഴിഞ്ഞതാണ്. ആ പേരങ്ങ് പ്രഖ്യാപിക്കാൻ എന്താണ് പാട് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികളും അണികളും എല്ലാം ഒരുപോലെ ചോദിക്കുന്നത്. അതങ്ങ് പ്രഖ്യാപിച്ചാൽ അവർക്ക് സജീവമായി കളത്തിലിറങ്ങാം. അങ്ങനെ കാത്തിരുന്ന് മടുത്തിട്ടാണ്. ഒറ്റപ്പേര് തന്നെയാണ്, അവിടെ കാര്യമായ മാറ്റങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതിനാൽ തന്നെ ശരത്ചന്ദ്ര പ്രസാദും MR ബൈജുവും ഒക്കെ സ്വന്തം നിലയ്ക്ക് പ്രചരണം തുടങ്ങുകയാണ്. ശിവകുമാർ മണ്ഡലത്തിൽ സജീവമാകുകയാണ്. അങ്ങനെ ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് ദേശീയ നേതൃത്വം വിളിച്ചറിയിച്ച മണ്ഡലങ്ങളിലെല്ലാം അവർ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ കൺഫ്യൂഷൻ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ആര് പ്രവർത്തനത്തിന് ഇറങ്ങണം എന്നുള്ളതാണ്. പ്രവർത്തകർ തയ്യാറാണ്, പക്ഷേ ആർക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളൊരു ആശയക്കുഴപ്പം നിൽക്കുകയാണ്. ഇന്ന് രാത്രിയെങ്കിലും പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഉള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപ്, അല്പസമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയമാകുന്നു, ദേശീയ നേതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ഒരാളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് 1 മണിക്കൂറിനകം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ആ 1 മണിക്കൂറിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇങ്ങനെ 1 മണിക്കൂർ, അരമണിക്കൂർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേയായി. അതിനാൽ അതിന് എത്രത്തോളം ഗൗരവത്തിലെടുക്കണം എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ എത്രയും വേഗം ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലും വിഷ്ണു പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്.